ഓക്കെ അല്ലേ? കൊടുത്തോ. അസ്സലാമു അലൈക്കും. ഫിറോസ് കുന്നംപറമ്പിലാണ്. ഞാനിപ്പോൾ ഉള്ളത് ഒറ്റപ്പാലത്താണ്. ഒറ്റപ്പാലത്ത് ഷെറീന എന്നുകൊണ്ടൊരു താത്തുണ്ട്. ഇതാണ്. അതായത് ഒറ്റപ്പാലത്ത് ഒരു 3 കുട്ടികൾ ആക്സിഡന്റിൽ പെടുകയും അവരുടെ അക്കൗണ്ടിലേക്ക് 1,70,00,000 രൂപ വരികയും ഒറ്റപ്പാലത്തെ ഷെറീന എന്ന് പറയുന്ന ഈ താത്താനെ ഞാൻ പറ്റിച്ചു, ഇവരുടെ കോടിക്കണക്കിന് രൂപ ഞാൻ അടിച്ചുകൊണ്ട് പോയി, തിന്നു, കണക്ക് കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫിറോസ് കുന്നംപറമ്പിൽ വലിയ കള്ളനാണ് എന്ന രീതിയിൽ കുറച്ച് ആളുകൾ ഒരു പ്രചരണം ഇങ്ങനെ അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്റെ കുറെ സുഹൃത്തുക്കൾ ചോദിച്ചു, എന്തൊക്കെയാണ് ഫിറോസെ കേൾക്കുന്നത്, അപ്പൊ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണം എന്ന് എന്നോട് വിളിച്ചു പറഞ്ഞതാണ്. ഞാൻ 2 തവണ ഇവരുടെ വിഷയം നമ്മൾ ലൈവിൽ സംസാരിച്ചതാണ്. ഒരിക്കൽ ഇവരുടെ അക്കൗണ്ട് വന്ന പൈസ വന്നതും കൊടുത്തതും ഒക്കെ പറഞ്ഞ് സംസാരിച്ചതാണ്. പിന്നീട് ഇവരുടെ മക്കള് സുഖമായിട്ടിരിക്കുന്നതിന്റെ ആ ദൃശ്യങ്ങളും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നാണ്. പക്ഷേ വീണ്ടും ഒരു കള്ളപ്രചരണം പുറത്തേക്ക് വന്നിരിക്കുകയാണ്. 1,70,00,000 രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നതും 45 ലക്ഷം രൂപ ഇവർക്ക് കൊടുത്തിട്ട് ബാക്കി 1,15,20 ലക്ഷം രൂപ ഫിറോസ് കുന്നംപറമ്പിൽ വാങ്ങിച്ചു കൊണ്ടുപോയി അത് ആർക്കാണ് കൊടുത്തത് എന്ന് അറിയില്ല എന്നുള്ള രീതിയിലൊക്കെ വലിയ ഒരു പ്രചരണമാണ് നടക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും ആ പ്രചരണത്തിനെ നമുക്ക് എന്താ പറയാ അങ്ങോട്ട് ഇല്ലാണ്ടാക്കണ്ടേ? ഈ കള്ളപ്രചരണം നടത്തുന്ന ആളുകളെ ഈ സമൂഹം തിരിച്ചറിയണം. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇത്തരം കള്ളപ്രചരണം നടത്തുന്ന ആളുകളുടെ വലയിൽ കുടുങ്ങിയിട്ട് പുതിയ കുറെ ആളുകൾ എന്റെ ഫേസ്ബുക്കിലേക്ക് വന്നിട്ടുണ്ട്, എന്റെ സുഹൃത്തുക്കളായിട്ട്. അത്തരം ആളുകളൊക്കെ ഈ പറയുന്നതിലൊക്കെ സത്യമുണ്ടോ എന്നിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാവും. കാരണം നിരന്തരം എനിക്കെതിരെ ആരോപണം വരുമ്പോൾ അതിലൊക്കെ സത്യമുണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. അത്രയും ആരോപണങ്ങളെ പൊളിച്ചു കളയാൻ ഇതൊരെണ്ണം മതി. കാരണം 1 വർഷം മുൻപാണ് ഞാൻ ഇവരുടെ വീഡിയോ ചെയ്തത്. അതിനുശേഷം 1 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ അവരുടെ കണക്കുകളെ കുറിച്ച് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞു വരുന്നത്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് 1 മുതൽ തന്നെ തുടങ്ങാം. ആദ്യമായിട്ട് അവർ പറഞ്ഞത് എന്താ? ഷെറീനയുടെ അക്കൗണ്ടിലേക്ക് 1,70,00,000 രൂപയാണ് വന്നത് എന്നാണ്. ഷെറീനയുടെ അക്കൗണ്ടില് അവരുടെ വീഡിയോയിൽ വെച്ചത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടാണ്. ആ അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്റെ കയ്യിൽ ഉള്ളത്. ഈ സ്റ്റേറ്റ്മെന്റിലേക്ക് വന്ന തുക എത്രയാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതാണ് ഗ്രാൻഡ് ടോട്ടൽ. ഇതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ ആ പച്ച മാർക്ക് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ചെക്ക് ഉപയോഗിച്ച് മറ്റു രോഗികൾക്ക് വീതിച്ചു കൊടുത്തതിന്റെ ആ പേരുകളും അതിന്റെ എമൗണ്ടുമാണ് പച്ചയിൽ മാർക്ക് ചെയ്തത്. ഗ്രാൻഡ് ടോട്ടൽ എത്രയാണ് എന്ന് നിങ്ങൾ നോക്കണം. 1 കോടി അതൊന്ന് സൈലന്റ് ആക്കോ, ഞാനത് പറഞ്ഞതാണ് നേരത്തെ. 1,15,52,534 രൂപ 32 പൈസ. അതായത് 1,15,00,000 സംതിങ് ആണ് വന്നത്. ഞാനടക്കം പറഞ്ഞത് 1,17 താത്ത. ശരിക്കും പറഞ്ഞാൽ 2 ലക്ഷം ഞാൻ കൂട്ടി പറയുകയും ചെയ്തിരിക്കണം. അത്രയില്ല. 1,15,52,000 ആണ് ഇതിൽ വന്നിട്ടുള്ളത്. പക്ഷേ നിങ്ങളുടെ വാർഡ് മെമ്പർ എന്ന് പറഞ്ഞ ഒരാള് അതിനകത്ത് സംസാരിക്കുന്ന വോയിസ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് 1,70,00,000 രൂപ വന്നു എന്നാണ്. അദ്ദേഹം എവിടെ നോക്കിയിട്ടാണ് അത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതാ അതിന്റെ അവസാനത്തെ പേജ്. ഇതാ നിങ്ങൾക്ക് കാണാം. ഗ്രാൻഡ് ടോട്ടൽ 10 പൈസ ഇല്ല. അതായത് വന്ന പൈസ മുഴുവൻ ഒരു പിൻവലിച്ച് അതങ്ങോട്ട് കഴിഞ്ഞ്. ഇതാണ് അതിന്റെ കൃത്യമായ കണക്ക്. ഗ്രാൻഡ് ടോട്ടൽ എത്രയാണ് അക്കൗണ്ട് നിങ്ങൾ ഒന്നുകൂടി കണ്ടോ. 1,15,52,534 രൂപയാണ് ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നത്. അപ്പോ അവര് പറഞ്ഞ ആദ്യത്തെ കള്ളം 1,70 വന്നു എന്നാണ്. അതിനെ നമ്മൾ പൊട്ടിച്ച്. ഇനി രണ്ടാമത് ഇത് ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളതിനെ കുറിച്ചാണ് നിങ്ങൾ അറിയേണ്ടത്. ഈ മൂസക്കുട്ടികളൊക്കെ ഒരു കാൽക്കുലേറ്റർ ഒക്കെ എടുത്തിട്ട് ഇരുന്നോളി. ഞാൻ കണക്ക് വായിക്കുമ്പോൾ കൃത്യമായി ടൈപ്പ് ചെയ്തു നമ്മൾ. അപ്പൊ ഞാനത് പറയുന്നുണ്ട്. ഒന്നാമത്തത് രാജേഷ് കുമാർ, ചെർപ്പളശ്ശേരിയിലുള്ള ഒരു കിഡ്നി രോഗിയാണ്, 5 ലക്ഷം രൂപ. മധു എസ് 5 ലക്ഷം രൂപ. ഇത് വായിക്കുന്നത് എഴുതി വായിക്കുന്ന കണക്കല്ല, സ്റ്റേറ്റ്മെന്റിലെ കണക്കുകളാണ് കേട്ടോ. ബാങ്ക് സ്റ്റേറ്റ്മെന്റിലെ കണക്കാണ് വായിക്കുന്നത് കേട്ടോ. മുനീറ വി കെ 5 ലക്ഷം രൂപ. ഹസീനാര് 3 ലക്ഷം രൂപ. രാജേശ്വരി എം ആർ എന്ന് പറയുന്നത് കൊച്ചി ഭാഗത്തുള്ളതാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു ആദിവാസി സ്ത്രീ കിഡ്നി കംപ്ലൈന്റ് ആയിട്ട് അവരുടെ ഒരു പിരിവൊക്കെ നടത്തിണ്ടായിരുന്നു. തികയാത്ത പൈസ നമ്മൾ കൊടുത്തതാണ്. രാജേശ്വരി 3 ലക്ഷം രൂപ. മുറിയത്ത് ബാവ 2 ലക്ഷം രൂപ. ഫിറോസ് PG കൊച്ചിയിലുള്ളതാണ്. അയാളുടെ കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്.
സെന്റ് മേരീസ് ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിന്റെ അക്കൗണ്ടാണ്. അതിലേക്ക് നമ്മൾ ഒരു രോഗിക്ക് കൊടുത്തത് അവർ ചെക്ക് മാറിയത് ഹോസ്പിറ്റൽ അക്കൗണ്ടിലാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ കാണിക്കുന്നത്. 2 ലക്ഷം രൂപ. മനോജ് 1,40,40,000 രൂപ. തസ്ലീമ ഹുസൈൻ 2 ലക്ഷം രൂപ. രാജഗിരി ഹെൽത്ത് കെയർ 1,50,000 രൂപ. മെഹബൂബ് 50,000 രൂപ. രജിത് ആർ 2 ലക്ഷം രൂപ. അശ്വനി ഹോസ്പിറ്റൽ 2 ലക്ഷം രൂപ. ബൽക്കീസ് 2 ലക്ഷം രൂപ. ഷർമിനാസ് 1 ലക്ഷം രൂപ. മൈമൂന 50,000 രൂപ. സ്റ്റാർ ഗോൾഡ് സ്വർണ്ണം എടുത്ത ആളുകള് ജ്വല്ലറിയിൽ മാറ്റിയതാണ്. കല്യാണത്തിന് നമ്മൾ ചെക്ക് കൊടുത്തിട്ട് 50,000 രൂപ. അബു പി അബു 2 ലക്ഷം രൂപ. രാജഗിരി ഹെൽത്ത് കെയർ 2 ലക്ഷം രൂപ. ഫിറോസ് കുന്നംപറമ്പിൽ ഫൗണ്ടേഷനിലേക്ക് ബാക്കിയുള്ള 22 ലക്ഷം രൂപയും മാറിയിട്ടുണ്ട്. ഈ പണമാണ് നമ്മൾ ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് കൊടുത്തത്. ഇത് കഴിച്ചാൽ ബാക്കി എത്രയാണ് വരിക എന്ന് അറിയുമ്പോൾ നമ്മളെ മറ്റേ ഇതവിടെ മറ്റേ സ്റ്റേറ്റ്മെന്റ് അതിന്റെ ബാക്കിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതിനകത്ത് നമ്മൾ കൊടുത്തത് 69,40,40,000 രൂപയാണ് ഇവരുടെ അക്കൗണ്ടിൽ നിന്നും മറ്റു രോഗികൾക്ക് കൊടുത്തതും ഫിറോസ് കുന്നംപറമ്പിൽ ഫൗണ്ടേഷനിലേക്ക് മാറ്റിയ 22 ലക്ഷം രൂപയും മറ്റു രോഗികൾക്ക് വീതിച്ചു കൊടുത്തത്. ഇവരുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ കൊടുത്തതിലുണ്ടായിരുന്ന എത്രയാ? 46,12,603 രൂപ. ഇത് തന്നെയല്ലേ കണക്ക്? തന്നെയല്ലേ ഞാൻ പറഞ്ഞത് അല്ലേ? ഇനി വേറെന്താ? ഇനിയിപ്പോ ഇത് ഇന്നും ഞാനിപ്പോ നേരത്തെ കാണിച്ച 2-ാം മാസം അപ്പൊ ഞാൻ ഇന്നും അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന് പോയിട്ട് വീണ്ടും നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി എടുക്കണം. ഇന്ന് സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം എടുത്തിട്ട് വന്നതാ. ഡേറ്റ് നിങ്ങൾക്ക് കണ്ടറിയാം. 5/11/2020 അവസാനത്തെ പേജ് എടുത്തുകൊണ്ട് വരണം. അത് കാണിക്കണം എന്ന് ഞാൻ പറഞ്ഞതാ. അതിനകത്ത് നിങ്ങൾ നോക്കിയേ കാണുക ഗ്രാൻഡ് ടോട്ടൽ. അതിനകത്തും അത് തന്നെയാണ്. 1 കോടി എവിടെ 15 ലക്ഷത്തി സംതിങ് അത് തന്നെയാണ് അതിന്റെ. അപ്പോ ഇതാണ് അതിന്റെ കണക്ക്. ഇനി രണ്ടാമത്തേത് നമ്മൾ ആർക്കൊക്കെയാണ് കൊടുത്തത്? നിങ്ങളിപ്പോ സ്റ്റേറ്റ്മെന്റിൽ കൊടുത്ത ആളുകളുടെ ലിസ്റ്റ്. ഇത് കൊടുത്ത ആളുകളുടെ ഡീറ്റെയിൽസുകളാണ്. ഇത് അവർക്ക് കൊടുത്ത ചെക്കിന്റെ കോപ്പി, ഇത് അവരുടെ മെഡിക്കൽ റിപ്പോർട്ടുകൾ, അവരുടെ രോഗിയുടെ ഫോട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം. രോഗിയുടെ ഫോട്ടോ, അവരുടെ റേഷൻ കാർഡിന്റെ കോപ്പി, അതുപോലെ ഹോസ്പിറ്റലിലെ ആധാർ കാർഡിന്റെ കോപ്പി, അതുപോലെ തന്നെ അടുത്ത രോഗിയുടെ നമ്മൾ വായിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് അടുത്ത രോഗിയുടെ വെളിയങ്കോടുള്ള ഒരു രോഗിയുടെ അവരുടെ ആധാർ കാർഡിന്റെ കോപ്പി, അതുപോലെ തന്നെ അവർക്ക് കൊടുത്ത എമൗണ്ട് ഇതവിടെ എഴുതിയിട്ടുണ്ട് 5 ലക്ഷം രൂപ അതിന്റെ ചെക്കിൻ്റെത്. അതുപോലെ തന്നെ അടുത്തത് അവരുടെ ചെക്ക് നമ്മൾ കൊടുത്തതിന്റെ 5 ലക്ഷം കൊടുത്തതിന്റെ ചെക്കിന്റെ ഡീറ്റെയിൽ, അവരുടെ പാൻ കാർഡിന്റെ കോപ്പി, ആധാർ കാർഡിന്റെ കോപ്പി രോഗികളുടെ. അതുപോലെ തന്നെ അടുത്തത് 2 ലക്ഷം കൊടുത്തത് അവരുടെ ഡീറ്റെയിൽ, അവരുടെ ഫോട്ടോസ് അടക്കം. ഇങ്ങനെയൊക്കെ ചാറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഒരു അക്കൗണ്ടിലേക്ക് വന്നത്, അതായത് ഇവർക്ക് അവിടെ ചെലവായത് 15 ലക്ഷം രൂപയായിരുന്നു ആശുപത്രിയിൽ. കാരണം മകന്റെ ലിവറിന്റെ കംപ്ലൈന്റും പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഞങ്ങളത് സത്യത്തിൽ വലിയൊരു എമൗണ്ട് വരും എന്ന് പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം, ചെറിയ ഒരു സംഖ്യയെ ചെലവായുള്ളൂ. കുട്ടികളെ മുഴുവൻ നമുക്ക് നല്ല രീതിയിൽ തിരിച്ചു കിട്ടി. 15 ലക്ഷം രൂപയെ അവർക്ക് അവിടെ ചെലവായുള്ളൂ. 15 ലക്ഷം രൂപ ചെലവായ കുടുംബത്തിന് നമ്മൾ കൊടുത്തത് 31 ലക്ഷത്തി ചില്ലറയാണ് കൂടുതലായിട്ട് അവരുടെ കയ്യിലേക്ക് കൊടുത്തത്. ആ 31 ലക്ഷം രൂപ അവർക്ക് കൂടുതലായി അവരുടെ കയ്യിലേക്ക് കൊടുത്തത് ഉപയോഗിച്ച് ഈ കാണുന്ന വീട് അവരുണ്ടാക്കി. നമ്മളിപ്പോ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീടുണ്ടല്ലോ, ഈ വീട് ആ പൈസയിൽ നിന്നും അവരുണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ ഞാൻ ആ പഴയ ലൈവിൽ തന്നെ പറയുന്നുണ്ട്, ഇവരുടെ കുട്ടിയുടെ കണ്ണിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ആ കുട്ടിയുടെ പേരിലേക്ക് ഒരു 10 ലക്ഷം എന്ന് പറഞ്ഞു. 10 ലക്ഷം നിങ്ങൾ ബാങ്കിലിട്ടില്ലേ? കുട്ടിയുടെ പേരിൽ ഇതിലല്ലേ ഇട്ടത്? ഫെഡറൽ ബാങ്കില് അല്ലേ? 6/9/2019 കുട്ടിയുടെ പേരിൽ 10 ലക്ഷം രൂപ ഫെഡറൽ ബാങ്കിൽ അവർ നിക്ഷേപിച്ചതിന്റെ പാസ്ബുക്കിന്റെതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ അക്കൗണ്ട് 1,15 ലക്ഷത്തി സംതിങ് വന്നതും ഈ അക്കൗണ്ടിലേക്ക് ഇങ്ങോട്ട് വരുന്നതും നമ്മൾ ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തതിനു ശേഷം കുറച്ച് ആളുകൾ ഇവരെ വിളിച്ച് ചോദിച്ചു, ഞങ്ങൾ നെയ്യത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് തരാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞപ്പോ ഇവരുടെ ഏത് അക്കൗണ്ടിലേക്കാണ് വാങ്ങിയത്? യൂണിയൻ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് തരാൻ പറഞ്ഞു അല്ലെ? അതിലേക്ക് എത്ര വന്നു? 40,000 രൂപ. 40,000 രൂപയാണ് അതിലേക്ക് വന്നത്. അപ്പൊ 1,15 ലക്ഷത്തി എവിടെയാണ് സാധനം?
അപ്പോ 1,15,52,000 പ്ലസ് 40,000 അങ്ങനെ കൂട്ടിയാലും 1,15,90,002 അല്ലെ? അത്രയല്ലേ വരുള്ളൂ, ഇത്രയേ വരുള്ളൂ. അനാവശ്യമായ വിവാദങ്ങളാണ് ഇവരുടെ പേരിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് എന്തിന്റെ പേരിലാണ് എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും എനിക്കറിയാവുന്ന കണക്ക് സ്റ്റേറ്റ്മെന്റ് പ്രകാരം തന്നെ നിങ്ങളുടെ മുന്നിൽ ബോധിപ്പിച്ചു. കൊടുത്ത ആളുകളുടെ ലിസ്റ്റ് ഗ്രീൻ മാർക്കിട്ട് ഞാനിതിൽ വെച്ചിട്ടുണ്ട്. ഈ കൊടുത്ത ആളുകളുടെയൊക്കെ കൃത്യമായിട്ടുള്ള അവരുടെ ആധാർ കാർഡ്, മെഡിക്കൽ റിപ്പോർട്ട്, കൃത്യമായ ഫയൽ ഞാൻ ഇവരെ ഇവിടെ ഏൽപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇനി ഇതിനകത്ത് എന്റെ അനിയനെ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ജോയിന്റ് ആക്കാൻ ശ്രമിച്ചു എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? എന്റെ അനിയനെ ജോയിന്റ് ഏതോ ഒരു മെമ്പർ, അങ്ങനെ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുള്ളൂ അദ്ദേഹത്തെ കുറിച്ച്. കാരണം ഇവരുടെ കൂടെ എല്ലാത്തിനും കൂടെ നിന്ന ഒരു പഞ്ചായത്ത് മെമ്പറിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ഇട്ടിട്ടാണ് നിങ്ങൾ കളിച്ചത്. ആ മെമ്പർ പറയുന്നു എന്റെ അനിയനെ ഞാൻ ഇവരുടെ ജോയിന്റ് ആക്കാൻ നോക്കിയെന്ന്. ഞാൻ ജോയിന്റ് ആക്കാൻ നോക്കി എന്ന് പറയുന്നത് ഇവരുടെ അക്കൗണ്ടിലാണ്. എന്റെ അനിയനെ ഞാൻ നിങ്ങളോട് ആക്കാൻ പറഞ്ഞു. പകരാക്കിയത് ആരെയാണ്? ഷിഹാബിനെയാണ്. ഷിഹാബ് നിങ്ങളുടെ ബന്ധുവാണോ? ആണ്. ഈ ജോയിന്റ് അക്കൗണ്ടിലേക്ക് നമ്മള് എമർജൻസി കേസുകളെ ഒന്നില്ലെങ്കിൽ ആ നാട്ടിലെ ആരെങ്കിലും പിടിച്ച് ജോയിന്റ് ആക്കും. ഞാൻ ആദ്യം പറഞ്ഞത് ആ മെമ്പറോട് ജോയിന്റ് ആവാനാണ് അല്ലെ? മെമ്പറോടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ജോയിന്റ് ആവാൻ. മെമ്പർ പറഞ്ഞു എനിക്ക് ആവൂല. അതുകൊണ്ടാണ് ഷിഹാബിനെ ജോയിന്റ് ആക്കി. അതെന്തിനാക്കിയത് നിങ്ങൾക്ക് അറിയാം. കാരണം ഒരു രോഗിക്ക് വേണ്ടത് 20 ലക്ഷം ആണെങ്കിൽ ആ രോഗിയുടെ അക്കൗണ്ടിലേക്ക് 1 കോടിയും 1.5 കോടിയും വന്നു കഴിഞ്ഞാൽ പിന്നെ രോഗി ആ പൈസ ഒരാൾക്ക് വീതിച്ചു കൊടുക്കൂല. അവസാനം അവര് നമ്മളെ വരെ പ്രതിയാക്കുന്ന സാഹചര്യം ഉണ്ടാവലുണ്ട്. അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൃത്യമായി അർഹതപ്പെട്ടവന്റെ കൈകളിൽ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ജോയിന്റ് അക്കൗണ്ട് എന്ന് പറയുന്ന സാധനം ഇടുന്നത്. അത് എല്ലായിടത്തും ചെയ്യാറുള്ളത് അതാത് നാട്ടിലെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയിലുള്ള ആളുകളെയാണ് ജോയിന്റ് ആക്കിയിട്ട് ഇടുക. ഈ നാട്ടിൽ ഇവരുടെ കാര്യം എന്നെ വിളിച്ചു പറഞ്ഞത് ഇവരുടെ വാർഡ് മെമ്പറാണ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ജോയിന്റ് ആവാൻ. അദ്ദേഹം പറഞ്ഞു ഞാൻ ആവൂല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഷിഹാബിനെ ജോയിന്റ് ആക്കിയത്. ഷിഹാബ് എന്ന് പറയുന്നത് എന്റെ അനിയനല്ല, എന്റെ കൂടെയുള്ള ഒരാളാണ്. അതിനേക്കാൾ ഉപരി ഇവരുടെ ഒരു ബന്ധുവാണ്. നിങ്ങളുടെ മാമന്റെ മോനാണ്, അവരുടെ ബന്ധുവാണ്. അപ്പോ ഇതൊക്കെ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ വേറെന്തെങ്കിലും ചോദ്യം ഉണ്ടോ? വേറെന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? വേറെന്തെങ്കിലും? ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങള്. പിന്നെ ചെക്ക്, ബ്ലാങ്ക് ചെക്കല്ല ഒപ്പിട്ട് വാങ്ങിയത്. ഇവരുടെ ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് വാങ്ങി ഞാനെന്ത് ഇവരുടെ മോഷ്ടിക്കാൻ പോയി എമൗണ്ട് എഴുതിയിട്ട് അതിന്റെ താഴെ ആണ് ഇവരെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങിച്ചത് അല്ലേ? അതെന്തിനാണ് ചെയ്തതെന്ന് അറിയോ നിങ്ങള്? നമ്മള് ഒരു രോഗിയുടെ വീട്ടിൽ പോയിട്ട് നമ്മളിപ്പോ ഇവിടെ വെച്ച് ചെക്ക് എഴുതുമ്പോ ഒരു പക്ഷേ സ്പെല്ലിംഗ് മാറുകയോ അക്ഷരം മാറുകയോ ചെയ്തു കഴിഞ്ഞാൽ ബാങ്കിൽ പോയ ചെക്ക് റിജക്റ്റ് ആവും. അതാവാതിരിക്കാൻ ഓരോ രോഗിയുടെയും എമൗണ്ട് എഴുതി അതിനിടയിൽ ഒപ്പിട്ട് വാങ്ങി രോഗിയുടെ വീട്ടിൽ പോയിട്ട് പാസ്ബുക്ക് വാങ്ങി അവരുടെ പേര് അതിന്റെ മുകളിൽ എഴുതിയിട്ട് അവരുടെ കയ്യിൽ കൊടുക്കും. അത് കൃത്യമായി ചെയ്തതിന്റെ പേരിലാണ് സ്റ്റേറ്റ്മെന്റിൽ കൊടുത്ത ആളുകളുടെ പേരും എമൗണ്ടും ഇങ്ങനെ വന്നിട്ടുള്ളത്. 1 രൂപ പോലും ഇവരുടെ കയ്യിൽ നിന്ന് ഞാൻ ചായ കുടിക്കാനോ അല്ലെങ്കിൽ ഡീസൽ എന്തിനെങ്കിലും വാങ്ങിയിട്ടുണ്ടോ? ക്യാഷ് ആയിട്ട് 10 പൈസകൾ എനിക്ക് തന്നിട്ടുണ്ടാവും? ഇല്ല. ഇത്രയും കൃത്യമായിട്ട് കേരളത്തിൽ ചാരിറ്റി ചെയ്യുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിച്ചാൽ ഞാൻ ഈ പണി ഇപ്പൊ അവസാനിപ്പിക്കും. മനസ്സിലായിട്ടുണ്ടോ? അനാവശ്യമായ വിവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുമ്പോ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇനിയും എന്റെ മുന്നിലേക്ക് വരാനുള്ള ഒരുപാട് പാവങ്ങൾക്ക് ഇല്ലാതാവുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള അനാവശ്യ വിവാദങ്ങൾ ഇല്ലാതാക്കുക. ഇനിയും നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് വേണോ? ഈ സ്റ്റേറ്റ്മെന്റ് ഇതിന്റെ ഫുള്ളായിട്ട് വേണമെന്നിട്ട് ആരെങ്കിലും വന്നാൽ നിങ്ങൾ ഒന്നുകൂടെ എടുത്തു കൊടുക്കോ? വിവാദം ഉണ്ടാക്കാൻ ആരെങ്കിലും വന്നാൽ എടുത്ത് വെച്ചിട്ടുണ്ടോ നിങ്ങള്? ഫുൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. എത്ര പേജ് ഉണ്ടാവും? 395 പേജ്. ആർക്കാ വേണ്ടത്? വന്ന് വാങ്ങിച്ചോ. മുഴുവൻ സ്റ്റേറ്റ്മെന്റ് ഇയാളുടെ കയ്യിലുണ്ട്. പിടിച്ചോളൂ നിങ്ങള്. ഇനി ബാങ്കിൽ പോയാലേ നിങ്ങൾക്ക് കണ്ടാൽ മതിയാവുള്ളൂ. ഒരാള് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവരുടെ അക്കൗണ്ടിൽ 1,17,00,000 മുകളിൽ വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നു. അതല്ല എങ്കിൽ ഞാൻ എന്റെ 5 സെന്റ് സ്ഥലം പാവപ്പെട്ടവന് വീതിച്ച് നൽകും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാസർഗോഡിലെ ഹൈദർ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹൈദർ പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞത് എനിക്ക് ബാങ്കിൽ പോയിട്ട് ബോധ്യപ്പെട്ടാലേ ഞാനത് കൊടുക്കുള്ളൂ. അപ്പൊ ഹൈദർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ വരും. ഞാൻ വേണമെന്നില്ല. ഹൈദർ എന്ന് പറഞ്ഞ ഒരാൾ വന്നാല് കേട്ടോ ബാങ്കിൽ പോയിട്ട് ആ സ്റ്റേറ്റ്മെന്റ് ബാങ്ക് മാനേജറുടെ മുന്നിൽ നിന്ന് എടുത്ത് കാണിച്ചു കൊടുക്കണം. ഇത് കേട്ടോ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാം. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ സ്റ്റേറ്റ്മെന്റിൽ 1,15,00,000 ചില്ലറയാണ്. അപ്പൊ ഹൈദറിനോട് പറയാനുള്ളത് ആ സ്ഥലം ഏത് പാവത്തിനെ കൊടുക്കണമെന്ന് വെച്ചാല് ഒക്കെ റെഡിയാക്കി വെച്ചോ. ആധാരം കൊടുക്കും, വേണമെങ്കിൽ ഞാൻ വരാം, എന്റെ കൈ കൊണ്ട് കൊടുക്കാം. കേട്ടാ? അപ്പൊ അതുകൂടി നിങ്ങളൊന്ന് തീരുമാനിച്ചോളൂ. എപ്പോഴാണ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്.
ബാക്കി ഒന്നും നിങ്ങളോട് പറയാനില്ല. ഇനി ഇതിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് കംപ്ലൈന്റ് ഉണ്ടോ? അല്ല, നിങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഉണ്ടോ? ഞാൻ നിങ്ങൾക്ക് നല്ലതാണോ കെട്ടതാണോ ഇതൊക്കെ തന്നെയാണ് എനിക്ക് നിങ്ങളോടൊക്കെ ഇതിന്റെ അപ്പുറത്തേക്കൊന്നും പറയാനില്ല. അപ്പൊ എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. കള്ളത്തരങ്ങൾക്കൊക്കെ ആയുസ് വളരെ കുറവാ. എത്ര കള്ളപ്രചരണങ്ങൾ നിങ്ങൾ തുടങ്ങി വെച്ചാലും അതിന്റെ ആയുസ് ഞാനൊന്ന് മൊബൈൽ ഉയർത്തി ഒരു ലൈവ് ചെയ്യുന്ന സമയം വരെ നിങ്ങളുടെ കള്ളപ്രചരണങ്ങൾക്ക് ആയുസുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് അതിന് ആയുസില്ല. അല്ലേ റിയാസേ? കാരണം അത്രയ്ക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു എന്ന് ആത്മവിശ്വാസമുള്ള ഒരുത്തരാണ് ഞാൻ. ഏത് സ്റ്റേറ്റ്മെന്റ് എടുത്താലും ആ സ്റ്റേറ്റ്മെന്റിന്റെ പുറകിലൊക്കെ കൊടുത്തവന്റെ പേരും അഡ്രസ്സും ഉണ്ടാവും. ഇതിന്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല.